പനിയും പകർച്ചവ്യാധിയും വ്യാപകമായതിനെ തുടർന്ന് ചെങ്ങര സമരഭൂമിയിലെ നൂറുകണക്കിന് ആളുകൾ ദുരിതത്തിൽ. 3 മാസത്തിലധികമായി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഇവർക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. മഴ ശക്തി പ്രാപിച്ചതോടെ ചെങ്ങരയിലെ 1500ഓളം വരുന്ന ഭൂസമരക്കാർ പനിയും മറ്റ് പകർച്ചവ്യാധികളും മൂലം ദുരിതത്തിലായിരിക്കുകയാണ്. നിലവിൽ 100-ലധികം പനിബാധിതരാണ് ചെങ്ങരയിലുള്ളത്. ഇതിൽ 30ഓളം പേർ തീരെ അവശനിലയിലുമാണ്. പ്രായമായവരും കുട്ടികളുമാണ് പനി മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ചികിത്സയ്ക്കായി കോന്നി, പത്തനംതിട്ട സർക്കാർ ആശുപത്രികളെയാണ് ഇപ്പോൾ ഇവർ ആശ്രയിക്കുന്നത്. എന്നാൽ ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം എടുത്തുകൊണ്ടുപോയി രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ കഴിയുന്നില്ലെന്ന് ഈ കുടുംബങ്ങൾ പറയുന്നു. ഇപ്പോൾ ഓരോ ഷെഡുകളിലും ഓരോ വീടുകളിലും പ്രായം ചെന്ന അമ്മച്ചിമാർ ഇറങ്ങിപ്പോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ വീടുകൾ കിടക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി സൗകര്യം ഇല്ലല്ലോ കൊണ്ടുപോകാനുള്ള. കഴിഞ്ഞ മാസം 24-ന് സമരഭൂമിയിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി പത്തനംതിട്ടയിൽ ഒരു ദിവസം നീണ്ട ധർണ നടത്തിയിരുന്നു. ഈ മഴക്കാലത്ത് ഒരു ചികിത്സാ ക്യാമ്പ് നടത്തണമെന്ന ആവശ്യം ചെങ്ങറ ഭൂസമരക്കാർ ഉന്നയിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടും ഇതുവരെയും ഇവരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ചെങ്ങറയിൽ നിന്നും ക്യാമറാമാൻ ജിജോ മോഡിക്കൊപ്പം പി വിദ്യ, ഇന്ത്യ വിഷൻ, പത്തനംതിട്ട. ചെങ്ങറയിലേക്ക് മെഡിക്കൽ സംഘത്തെ അയക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പനിയും പകർച്ചവ്യാധിയും പടർന്നുവെന്ന ഇന്ത്യ വിഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. KGMOയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘവും ചെങ്ങറയിലെത്തും. അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു.